Next is airfoil. Airfoil is an application of Bernoulli's principle. Bernoulli's principleന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എയർഫോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി പഠിച്ചു, അറ്റോമൈസർ ആയിരുന്നു. സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ് എയർഫോയിൽ. ബെർണോളിസ് തിയറം എന്താണ് പറയുന്നത്? എവിടെയാണോ വെലോസിറ്റി കൂടുന്നത് അവിടെ പ്രഷർ കുറവായിരിക്കും. അതാണ് ബെർണോളിസ് തിയറത്തിൻ്റെ ഓൾടുഗദർ കൺസെപ്റ്റ്. അതായത് വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറവായിരിക്കും. നേരെ തിരിച്ചും പ്രഷർ കൂടുമ്പോൾ വെലോസിറ്റി കുറവായിരിക്കും. അതാണ് ബെർണോളിസ് തിയറത്തിലെ ആ ഒരു മാത്തമാറ്റിക്കൽ ഫോം, ആ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എയർഫോയിൽ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിനെയാണ് എയർഫോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് കർവ്ഡ് ആയിരിക്കും, മറ്റേ ഭാഗം കുറച്ച് ടേപ്പറിങ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും നമ്മൾ എയ്റോപ്ലെയിനിൻ്റെ വിങ്സിനൊക്കെ, അതായത് എയ്റോപ്ലെയിനിൻ്റെ ചിറകിനൊക്കെ ഉള്ളത് ഇങ്ങനൊരു ഷേപ്പാണ്. ബേർഡുകളുടെ, പക്ഷികളുടെ വിങ്സും ചിറകുകളെല്ലാം ഇങ്ങനെ ഒരു ഷേപ്പായിരിക്കും. ഇങ്ങനെ ടേപ്പറിങ് ആയിട്ട് വരുന്നതാണ്. ഔട്ട്സൈഡിലേക്ക് വരുമ്പോൾ അങ്ങനെ നേരിയതായിട്ട് ടേപ്പറിങ് ആയിട്ട് വരുന്നൊരു ഷേപ്പ്. ഈ ഷേപ്പിനെ പറയുന്ന പേരാണ് എയർഫോയിൽ. അപ്പോൾ ഇത് എയർഫോയിലിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. വിത്ത് സ്ട്രീം ലൈൻസ് ഓഫ് എയർ. എയർ ആണ് ഈ സ്ട്രീം ലൈനുകളായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആരോ ഇട്ട് കാണിച്ചിട്ടുള്ളത്, മുകളിലും താഴെയും ആരോ ഇട്ട് കാണിച്ചിട്ടുള്ളത്. അതായത് ഹൊറിസോണ്ടൽ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ആരോസ് ഇട്ട് കാണിച്ചിട്ടുള്ളതെല്ലാം എയറിൻ്റെ ഫ്ലോ ആണ്, എയറിൻ്റെ സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. ഈ താഴെ കാണിച്ചിട്ടുള്ള ഈ ഒരു വെർട്ടിക്കലായിട്ട് കാണിച്ചിട്ടുള്ള എയറോഡൈനാമിക് ലിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറിയിലേക്ക് കടക്കാം. Airfoil is a special shape of solid object that produces a lifting effect or floating effect when moving in a streamlined fluid or air. സ്ട്രീംലൈൻ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സിലും ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ്. അതിന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നതാണ് ഈ എയർഫോയിൽ എന്ന് പറയുന്നത്. The cross-sectional wings of aeroplane, boomerang, wings of birds, propeller blades, turbine blades, etc. is some of with an airfoil shapeലുള്ള ഒബ്ജക്റ്റുകളാണ് ഇതെല്ലാം. The characteristic airfoil shape has a rounded leading edge. ഒരു എൻഡ് റൗണ്ടഡ് ആയിരിക്കും. കണ്ടില്ലേ, ഫസ്റ്റ് കാണുന്ന ഈ ലെഫ്റ്റിലത്തെ എൻഡ് റൗണ്ട് ആയിട്ടുള്ള എൻഡ് ആണ്. Followed by a sharp trailing edge. അപ്പോൾ അതിൻ്റെ ഷേപ്പിൻ്റെ പ്രത്യേകത എന്താ? എയർഫോയിൽ ഷേപ്പ് ഹാസ് എ റൗണ്ടഡ് ലീഡിംഗ് എഡ്ജ് ഫോളോഡ് ബൈ എ ഷാർപ്പ് ട്രെയിലിംഗ് എഡ്ജ് ആൻഡ് കർവ്ഡ് സർഫസ് ആസ് ഷോൺ ഇൻ ഫിഗർ 4.9. When airfoil is moving against streamline air, because of this special shape, the streamlines must have different speed difference at the upper and lower surface. അപ്പോൾ അത് കാരണം സ്ട്രീംലൈൻ എയറിനെയാണ് ബ്രേക്ക് ചെയ്യിക്കുന്നത് ഈ ഒരു ഷേപ്പ്, എയർഫോയിൽ ഷേപ്പ്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ് ഡിഫറെൻ്റ് ആക്കും. അതായത് എയർ സ്ട്രീമുകളുടെ ആ ഒരു എയർഫോയിലിൻ്റെ മുകളിലും താഴെയുമുള്ള എയർ സ്ട്രീമുകളുടെ സ്പീഡ് ഡിഫറെൻ്റ് ആക്കും. ബട്ട് സ്പീഡ് ഡിഫറെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ഉണ്ടെന്നാണ്. ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ദർ വിൽ ബി പ്രഷർ ഡിഫറൻസ്. അപ്പോൾ എവിടെയായിരിക്കും ഹൈ പ്രഷർ, എവിടെയായിരിക്കും ലോ പ്രഷർ, അതാണ് ഇനി നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ ഹൈ പ്രഷർ എവിടെയായിരിക്കും? അതായത് വെലോസിറ്റി കൂടുതലുള്ള എൻഡിലായിരിക്കും ഹൈ പ്രഷർ. Since the number of streamlines is more at the upper surface, remember the fluid layers should not cross in streamline motion of fluid. The velocity of air is higher at the upper surface of the airfoil. എവിടെയാണ് വെലോസിറ്റി കൂടുതൽ? അപ്പർ സർഫസിലുള്ള വെലോസിറ്റി ആയിരിക്കും താഴെയുള്ള സർഫസിനേക്കാളും കൂടുതൽ വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം എവിടെയായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ? ദ കൈനറ്റിക് എനർജി ഓഫ് എയർ അറ്റ് ദ അപ്പർ എഡ്ജ് ഈസ് ഹയർ.
അതായത് മുകൾ ഭാഗത്തുള്ള എയറിന് വെലോസിറ്റി കൂടുതലായിരിക്കും, അതായത് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ദെൻ ബൈ ബെർണോളിസ് തിയറം പ്രഷർ അവിടെ കുറവായിരിക്കണം. വെലോസിറ്റി കൂടുകയാണെങ്കിൽ പ്രഷർ മസ്റ്റ് ബി ലെസ്. ദാറ്റ് means there is a lifting force from lower side of airfoil. അപ്പോൾ പ്രഷർ ഡിഫറൻസ് വരികയാണെങ്കിൽ എന്താണ്, എപ്പോഴും എയർ എന്താണ് ശ്രമിക്കുക, ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് പോകാനാണ് ശ്രമിക്കുക. അതായത് എയർഫോയിലിൻ്റെ താഴെയുള്ള എയറിന് വെലോസിറ്റി കുറവാണ്, മുകളിൽ വെലോസിറ്റി കൂടുതലാണ്. അതിൻ്റെ അർത്ഥം താഴെയുള്ള എയറിന് പ്രഷർ കൂടുതലാണ്, മുകളിലുള്ള എയറിന് പ്രഷർ കുറവാണ്. അപ്പോൾ എയർ എപ്പോഴും ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കാണ് പോകുക. അതായത് അപ്പോൾ താഴെ നിന്ന് ഒരു പ്രഷർ ഉണ്ടായിരിക്കും മുകളിലേക്ക് പുഷ് ചെയ്യുന്നത്. അത് ഫലമായിട്ടാണ് ഈ എയർഫോയിൽ മുകളിലേക്ക് പൊന്തുന്നത്, ഫ്ലോട്ട് ചെയ്യുന്നത്. But there is a lifting force from the lower side of the airfoil which tries to float the airfoil while it is in motion. The lifting effect comes into action only when airfoil and streamlined air are in relative motion. ലിഫ്റ്റിംഗ് വരുന്നത് എപ്പോഴാണ്, ഇത് രണ്ടും മോഷനിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ലിഫ്റ്റിംഗ് ഏറ്റവും കൂടുതൽ വരുന്നത്. കംസ് ഇൻ ടു ആക്ഷൻ ഓൺലി വെൻ എയർഫോയിൽ ആൻഡ് സ്ട്രീംലൈൻഡ് എയർ ആർ ഇൻ റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് മോഷനിലാണ്, അങ്ങനെയും അതിനെയും റിലേറ്റീവ് മോഷൻ തന്നെയാണ് പറയുക. സോ ദ ലിഫ്റ്റിംഗ് ഓർ ഫ്ലോട്ടിംഗ് മോഷൻ ഓഫ് ദി പേപ്പർ പ്ലെയിൻ ഓർ ബൂമറാങ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിത്ത് ബെർണോളീസ് പ്രിൻസിപ്പിൾ. നമ്മൾ ഉണ്ടാക്കുന്ന പേപ്പർ പ്ലെയിനിൻ്റെയും ബൂമറാങ്ങിൻ്റെയും എല്ലാം പ്രിൻസിപ്പിൾ ഈ ബെർണോളീസ് തിയറം തന്നെയാണ്. അതായത് അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. The airplane engine that can use its energy to fly forward and save energy for keeping the mass of the air floating because of the airfoil shape of the wings. അതായത് നമ്മൾ എയ്റോപ്ലെയിൻസിലൊക്കെ കുറച്ച് മാസ് ഇതുപോലെ എയർഫോയിലിൻ്റെ ഷേപ്പിൽ ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രാ എനർജി ഉപയോഗിച്ച് അതിനെ എക്സ്ട്രാ എനർജി നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. എയർഫോയിൽ ഷേപ്പിലാണ് വിങ്സ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ കുറച്ച് മാസ് എയറിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എയർഫോയിൽ ഷേപ്പ് എയ്റോപ്ലെയിൻസിൻ്റെ വിങ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ആപ്ലിക്കേഷൻ. അതായത് വെലോസിറ്റി കുറയുമ്പോൾ പ്രഷർ കൂടും. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് എയർ ഫ്ലോ ചെയ്യും. നെക്സ്റ്റ് കൺസെപ്ച്വൽ ലേണിംഗ് 4.9. Can you relate the following everyday life experience to what we have learned here? We may feel that we are pulled aside. ഇത് പറയുന്നത് നിങ്ങളും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് ട്രാക്കിൻ്റെ വളരെ ക്ലോസ് ആയിട്ട്. അപ്പോൾ ട്രെയിൻ പോകുന്നത് ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു സ്റ്റേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഹൈ സ്പീഡിൽ ഒരു ട്രെയിൻ ട്രാക്കിലൂടെ പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ട്രെയിനിന് വളരെ അടുത്താണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ട്രെയിൻ നല്ല സ്പീഡിൽ പോകുമ്പോൾ അങ്ങോട്ടൊരു പുഷ്, അങ്ങോട്ടൊരു ആരോ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അതിൻ്റെ കാരണവും ഈ പ്രഷർ ഡിഫറൻസ് ആണ്. ട്രെയിൻ ഹൈ വെലോസിറ്റിയിൽ പോകുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് അവിടെ വെലോസിറ്റി കുറവാണ്, പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എയർ തനിയെ മൂവ് ചെയ്യും. അപ്പോൾ ആ എയർ നമ്മളെ പുഷ് ചെയ്യുന്നതാണ് നമ്മളൊക്കെ തോന്നുക, നമ്മളെ ആരോ ബാക്കിൽ നിന്ന് ട്രാക്കിലേക്ക് വലിച്ചിടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ അങ്ങനെ പോയി നിൽക്കുന്നത് റിസ്ക് ആണ്. സ്പീഡിൽ പോകുന്ന ട്രെയിനിൻ്റെ അടുത്ത് പോയി നിൽക്കരുത് ട്രാക്ക്. അപ്പം അങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അതിന് കാരണമാണ് പറഞ്ഞത് ഈ ഒരു ബെർണോളിസ് തിയറം കാരണമാണ്. ദ മോഷൻ ഓഫ് എ ബൂമറാങ്, ബൂമറാങ്ങിൻ്റെ ഷേപ്പ് എയർഫോയിൽ ഷേപ്പാണ്. അതാണ് സെക്കൻഡ് എക്സാമ്പിൾ.
പിന്നെ മോഷൻ ഓഫ് എ കൈറ്റ്, കൈറ്റിൻ്റെയും ഇതുപോലെ ഇങ്ങനെ കൈറ്റിന് നമ്മൾ അങ്ങനെ ടേപ്പറിങ് ആയിട്ട് എൻഡുകൾ വെക്കാറുണ്ട്, അതിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. ഒരു എയർഫോയിൽ കാരണം ഒരു ലിഫ്റ്റ് സ്വാഭാവികമായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ബെർണോളിസ് തിയറത്തിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻ, അറ്റോമൈസർ ആൻഡ് എയർഫോയിൽ. നെക്സ്റ്റ് ഈസ് വിസ്കോസിറ്റി. നെക്സ്റ്റ് ടോപ്പിക് ആണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ലിക്വിഡ്സിൽ ഒരു ലിക്വിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. വിസ്കസ് ഫോഴ്സ് ഈസ് അനലോഗസ് ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ മെക്കാനിക്സ്. മെക്കാനിക്സിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെ ലിക്വിഡ്സിൽ പറയുന്ന ഒരു ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്. സ്പെല്ലിങ് തെറ്റുണ്ട്, ഇവിടെ ഒരു ഓയും കൂടി ഉണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്യുക. Consider a glass plate placed at an inclination 45 degree. Let us pour a drop of water and honey at the elevated side at 2 points with the same height. Observe what happened. The water drop easily flows downward while the honey does not. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരു ഹണിയും വാട്ടറും വെച്ചാൽ ഏറ്റവും ആദ്യം താഴേക്ക് എത്തുന്നത് ഒരു സ്ലൈഡ് ചെയ്ത് ഒരു 45 ഡിഗ്രീസ് ഇൻക്ലിനേഷനിൽ വെച്ച ഗ്ലാസ് പ്ലേറ്റിൽ രണ്ടും ഓരോ ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു ഡ്രോപ്പ് വാട്ടറും ഒരു ഡ്രോപ്പ് ഹണിയും ഇട്ട് കഴിഞ്ഞാൽ ഹണി പതുക്കെ താഴേക്ക് എത്തുള്ളൂ, പക്ഷെ വെള്ളം പെട്ടെന്ന് എത്തും. അതിന് കാരണം ഹണിക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. ആ ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ആണ് അടുത്തത്. വിസ്കസ് ഫോഴ്സ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ടെൻസ് ടു റെസിസ്റ്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. ഫ്ലൂയിഡിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, അപ്പോൾ ഒരു ലെയർ മറ്റേ ലെയറിൻ്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യും, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് പോലെ. അതിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. We know that fluid under streamline motion moves as liquid layers and do not cross each other. They move one above the other, so there is a relative motion between the liquid layers. Next is the term coefficient of viscosity. ഇത് നമ്മൾ ഉപയോഗിച്ചതാണ്, നമ്മൾ റെനോൾഡ്സ് നമ്പർ ഡിഫൈൻ ചെയ്തപ്പോൾ ഉപയോഗിച്ച ഒരു ടേം ആണ് ഈ coefficient of viscosity. ഈറ്റ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ എന്താണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഫിഗറിൽ ലിക്വിഡ്സിൻ്റെ ലെയറുകളുടെ വെലോസിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാ ലെയറിനും ഒരേ വെലോസിറ്റി അല്ല, പല ലെയറുകൾക്കും പല വെലോസിറ്റിയാണ്. നമ്മൾ റാൻഡം ആയിട്ട് രണ്ട് ലെയർ എടുക്കുകയാണ്. അതിൽ ഒരു ലെയറിൻ്റെ വെലോസിറ്റി v1, മറ്റേ ലെയറിൻ്റെ വെലോസിറ്റി v2. ഈ രണ്ട് ലെയറുകളും തമ്മിലുള്ള സെപ്പറേഷൻ സ്മോൾ ലെറ്റർ d. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതാൻ പോകുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ആണ് എഴുതുന്നത്. വെലോസിറ്റിയിൽ വരുന്ന വ്യത്യാസം, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതുന്നത് ഈ റിലേഷൻ എന്നാണ്. വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ലിക്വിഡ് ലെയേഴ്സ് ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വിസ്കസ് ഫോഴ്സിന് രണ്ട് ക്വാണ്ടിറ്റികളെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഏരിയ ഓഫ് ദ ലിക്വിഡ് ലെയർ, രണ്ട് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ ദി ലെയേഴ്സ്. അപ്പോൾ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് v2 മൈനസ് v1 ബൈ d. അതിനെയാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ലിക്വിഡ് ലെയേഴ്സ്. അപ്പോൾ ഈ പ്രപ്പോർഷനാലിറ്റി മാറ്റുന്ന ഒരു പ്രപ്പോർഷനാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് ഈറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈറ്റ ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു v2 മൈനസ്, ഇവിടെ v1 ആണ്, ഒന്ന് കറക്റ്റ് ചെയ്യുക, v2 മൈനസ് v1 ബൈ d. അപ്പോൾ ഇതാണ് വിസ്കോസ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷനാലിറ്റി എന്ന് പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ വിസ്കസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദ ലിക്വിഡ് ലെയർ ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. v2 മൈനസ് v1 ബൈ d എന്ന് പറയുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്.
ഇനി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? ഈറ്റയുടെ യൂണിറ്റ് ന്യൂട്ടൺ. നമുക്ക് ഈ ഇക്വേഷൻ എന്ന് പറയാം. ഈറ്റയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈറ്റ ഇസ് ഈക്വൽ ടു FD/A ഇൻറ്റു V2 മൈനസ് V1 എഴുതാം. എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിയുടെ യൂണിറ്റ് മീറ്റർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, V2 മൈനസ് V1ൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിൽ ന്യൂട്ടൺസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2 എന്ന് വരും. അതായത് നമുക്ക് ഈറ്റ ഇസ് ഈക്വൽ ടു എന്തെഴുതാം? FD ഡിവൈഡഡ് ബൈ A ഇൻറ്റു ബ്രാക്കറ്റിലെ ക്യാപിറ്റൽ A ഇൻറ്റു ബ്രാക്കറ്റിലെ എന്തെഴുതണം? ബ്രാക്കറ്റിൽ V2 മൈനസ് V1 V2 മൈനസ് V1. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഈറ്റയുടെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ മീറ്റർ, ഡിവൈഡ് ബൈ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു ഡിനോമിനേറ്ററിൽ വീണ്ടും ഒരു ഡിനോമിനേറ്റർ വന്നു. അപ്പോൾ അതായത് നമുക്കതിനെ ന്യൂമറേറ്റർ ഭാഗത്തേക്ക് കയറ്റി എഴുതാം. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ്, പിന്നെ മീറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്യാം, താഴെ മീറ്റർ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ് ടു -2. അപ്പോൾ അതാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റും കൂടി ഉണ്ട്, കിലോഗ്രാം മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. അത് വരുന്നത് ന്യൂട്ടണിനെ നമുക്ക് F ഇസ് ഈക്വൽ ടു MA എന്നുള്ള റിലേഷൻ പ്രകാരം 1 ന്യൂട്ടനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ കൂടി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു യൂണിറ്റ്. നെക്സ്റ്റ് ഈസ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന വെലോസിറ്റി. എന്തിൻ്റെ വെലോസിറ്റി? ഇപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിസ്കസ് മീഡിയത്തിൽ, അതായത് ഇപ്പോൾ ഹണി, എക്സാമ്പിളായിട്ട് ഹണി എടുക്കാം, അല്ലെങ്കിൽ ഗ്ലിസറിനോ അല്ലെങ്കിൽ ഹണി പോലെ ഇത്തിരി വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. ഒരു വലിയൊരു സിലിണ്ടറിൽ ഒരു ചെറിയ ഒബ്ജക്റ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്തായാലും ഗ്രാവിറ്റി ഫോഴ്സ് ഉള്ളത് കാരണം താഴേക്ക് ഇറങ്ങി വരും. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പോൾ താഴേക്ക് വരും തോറും അതിൻ്റെ വെലോസിറ്റി കൂടി വരും. കുറച്ച് കഴിയുമ്പോൾ ആ വെലോസിറ്റി കൂടുന്നത് അവസാനിക്കും. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉള്ള ആ ഒരു താഴേക്ക് വരുന്നത് കാരണമുള്ള വെലോസിറ്റി കൂടുന്ന ആ ഒരു പ്രോസസ്സ് അവസാനിക്കും. കാരണം അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വിസ്കസ് ഫോഴ്സും കൂടി ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഈ രണ്ട് ഫോഴ്സുകളും ബാലൻസ് ചെയ്ത് ആ ഒരു ബോഡി ഒരു യൂണിഫോം വെലോസിറ്റിയിലേക്ക് എത്തും. ആ യൂണിഫോം വെലോസിറ്റിയുടെ പേരാണ് ടെർമിനൽ വെലോസിറ്റി. Consider an object falling through a viscous medium. At first, the object will accelerate due to gravity acting on the mass of the object, while the viscous force or frictional analog in fluid dynamics and buoyant force opposes this motion of the object. Finally, an equilibrium may occur between downward gravitational force and opposing force. അപ്പോൾ രണ്ട് ഫോഴ്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഡ്യൂ ടു ഗ്രാവിറ്റി, വൈൽ പിന്നെ ഒരു ഫോഴ്സ് ഉള്ളത് വിസ്കസ് ഫോഴ്സ് ആൻഡ് ബോയന്റ് ഫോഴ്സ്. രണ്ട് ഫോഴ്സാണ്. അപ്പോൾ വിസ്കസ് ഫോഴ്സും ബോയന്റ് ഫോഴ്സും രണ്ട് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണ്. ഈ ഇക്വിലിബ്രിയം ആവുമ്പോൾ എല്ലാ ഫോഴ്സുകളും ബാലൻസ് ചെയ്യണം. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി 0 ആവും. അപ്പോൾ ആ ബോഡിയുടെ എന്താ പറയുക, ഈ വെലോസിറ്റി യൂണിഫോം ആവും. ദിസ് യൂണിഫോം വെലോസിറ്റി ഈസ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. എപ്പോഴാണ്? ഇക്വിലിബ്രിയത്തിൽ. അറ്റ് ഇക്വിലിബ്രിയം the downward gravitational force and opposing forces ഈക്വൽ ആവും, നെറ്റ് ഫോഴ്സ് 0 ആവും. അപ്പോൾ ഉള്ള വെലോസിറ്റിയെ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി.
Why there are no humans get killed by hitting raindrops? We know the cloud occur at roughly 3 km to 18 km altitude. Then an airdrop with a small mass may kill humans and other organisms as it is accelerate at a rate of 9.8 Newton per meter square. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തമാശ തോന്നാം. അതായത് എന്താണ് പറയുന്നത്, മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ മഴ കൊള്ളുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ മഴത്തുള്ളികളെ താഴേക്ക് വരുമ്പോൾ എർത്ത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പം 9.8 എന്ന നിരക്കിൽ ആക്സിലറേറ്റ് ചെയ്തു വരുന്ന ഈ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിന് ഒരുപാട് ഹൈ വെലോസിറ്റി ആയിട്ട് അത് എവിടെയാണോ തട്ടുന്നത് ആ ഒരു തട്ടുന്ന പ്രതലം അല്ലെങ്കിൽ മനുഷ്യരുടെ മേത്താണെങ്കിൽ മനുഷ്യരെ വരെ കൊല്ലാൻ സാധിക്കുന്ന അത്രയും അധികം വെലോസിറ്റിയിലാണ് ഇത് വരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എയറിൻ്റെ വിസ്കസ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. എയറിലെ വിസ്കസ് ഫോഴ്സും ബോയന്റ് ഫോഴ്സും ഉള്ളത് കൊണ്ട് ഈ താഴേക്ക് വരുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സുകൾ ഉള്ളത് കൊണ്ടാണ് അത് അത്രയും ആക്സിലറേഷനിൽ താഴേക്ക് എത്താത്തത്. അതായത് അതിന് മുന്നേ അത് ടെർമിനൽ വെലോസിറ്റിയിൽ എത്തിക്കാണും. ആ ടെർമിനൽ വെലോസിറ്റിയിലാണ് അത് താഴേക്ക് എത്തുന്നത്. അതുകൊണ്ട് അതിനെ അതെവിടെയാണോ വന്നു വീഴുന്നത് ആ പ്രതലങ്ങളെ ഒന്നും നശിപ്പിക്കാനോ ഡാമേജ് ചെയ്യിക്കാനോ സാധിക്കില്ല. അപ്പം അതാണ് ഉത്തരം. നെക്സ്റ്റ്, സ്റ്റോക്സ് ലോ. When a body falls through a fluid, it drags the layer of fluid in contact with it. As we know, viscous force, that is relative motion between different layers of the fluid, is equivalent to the frictional force in mechanics. നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ടുള്ള ഒരു ലോ ആണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. അതായത് എയർ ഡ്രാഗിന് വിസ്കസ് ഫോഴ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ്. സ്റ്റോക്സ് ലോ ഫോർ വിസ്കസ് ഫോഴ്സ് ആണ് നമ്മൾ എഴുതുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. സ്റ്റോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലോ ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ആൻ എക്സ്പ്രഷൻ ഫോർ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്. അതെന്ന് പറയുന്നത് 6π eta RV ആണ്. അതായത് ഒരു വിസ്കസ് ഫ്ലൂയിഡിനകത്ത് നമ്മളൊരു ചെറിയ സോളിഡ് സ്ഫിയർ ഇടുകയാണെങ്കിൽ ആ സ്ഫിയറിന് ഉണ്ടാവുന്ന വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് 6π eta RV ആണ്. പൈ എന്ന് പറയുന്നത് 3.14. eta ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, r ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ, v ഈസ് വെലോസിറ്റി. അപ്പോൾ ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അപ്പോൾ വിസ്കസ് ഫോഴ്സിൻ്റെ ഒരു എക്സ്പ്രഷനാണ് തന്നത്. ഈ എക്സ്പ്രഷനെ പറയുന്ന പേരാണ് സ്റ്റോക്സ് ലോ ഫോർ വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് കിട്ടാനുള്ള ഒരു ഇക്വേഷൻ. വിസ്കസ് ഫോഴ്സ് കിട്ടാനുള്ള മറ്റൊരു ഇക്വേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കത്തിൽ കണ്ടതാണ്. എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു എ ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പോൾ വിസ്കസ് ഫോഴ്സിൻ്റെ അതായത് ഈ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു v2 മൈനസ് v1 ബൈ ഡി. ഇതും വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നെ. ഇത് ഏരിയയും വെലോസിറ്റി ഗ്രേഡിയൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ രണ്ടാമത് പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഒരു സ്ഫിയർ വിസ്കസ് ഫോഴ്സിനകത്തേക്ക് ഇടുമ്പോൾ അതിനുണ്ടാവുന്ന വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ആണ്. വിസ്കസ് ഫോഴ്സ് തന്നെ. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സ്ഫിയറിൻ്റെ റേഡിയസിനെയും വെലോസിറ്റിനെയും ആ ലിക്വിഡിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയെയുമാണ്. 6π eta RV എന്നാണ് ഫോർമുല. നെക്സ്റ്റ്, conceptual learning 4.11. Consider that we are going to drop a spherical object of radius 1 mm made of steel with a density into the following fluids as shown in the table below. Use the information given in the table and answer the following questions. Find out the type of liquid with the maximum terminal velocity. കുറേ ലിക്വിഡ്സ് തന്നിട്ടുണ്ട്.
ഓക്കെ, ഈ ലിക്വിഡുകളുടെയൊക്കെ എന്ത് തന്നിട്ടുണ്ട്? ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ എല്ലാ ലിക്വിഡ്സിലും എന്താണ് ഇടുന്നത്? ഒരേ വസ്തുവാണ് ഇടുന്നത്. അതായത് ഒരു സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് ഇടുകയാണ്. അതിൻ്റെ റേഡിയസ് 1 mm ആണ്. അത് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. യൂസ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ഈ ടേബിൾ നോക്കി ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find out the type of liquid with maximum terminal velocity. ഇതിനാണ് ഏറ്റവും കൂടുതൽ ടെർമിനൽ വെലോസിറ്റി വരുന്നത്. ഇതൊരു ഓർഡറിലൊന്നും അല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓർഡറിലല്ല, ഡെൻസിറ്റിയും ഓർഡറിലല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതിനാണ് ഏറ്റവും മാക്സിമം ടെർമിനൽ വെലോസിറ്റി വരുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ലിക്വിഡ്സ് വിത്ത് ദെയർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ടെർമിനൽ വെലോസിറ്റി. ഇൻക്രീസിങ് ഓർഡർ, ടെർമിനൽ വെലോസിറ്റി കൂടി വരുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ. ഫൈൻഡ് ഔട്ട് ദ ടൈപ്പ് ഓഫ് ലിക്വിഡ് വിത്ത് മിനിമം ടെർമിനൽ വെലോസിറ്റി. ഏറ്റവും കുറച്ച് ടെർമിനൽ വെലോസിറ്റി ആർക്കാണ് വരുന്നത്? അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നോക്കുക. ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷനിലെ വെലോസിറ്റിനെയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു സ്ഫിയർ അറ്റൈൻ ചെയ്യുന്ന യൂണിഫോം ആയിട്ടുള്ള കോൺസ്റ്റന്റ് വെലോസിറ്റി, അതായത് താഴേക്ക് പിടിച്ചു വലിക്കുന്ന ഗ്രാവിറ്റേഷനും മുകളിലേക്ക് വലിക്കുന്ന വിസ്കസ് ഫോഴ്സും ബോയന്റ് ഫോഴ്സും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു സ്ഫിയറിനെ അറ്റൈൻ ചെയ്യുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. അതിൻ്റെ ഇക്വേഷൻ ആണ് ഇത്. F is equal to 6 pi eta RV. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? V is equal to, ടെർമിനൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ആ ഇക്വേഷനിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. V is equal to F divided by 6, അല്ലെങ്കിൽ V is equal to F divided by 6 into pi, അതായത് 3.14 into eta into R. അതായത് F is equal to 6 pi eta RV എന്നായിരുന്നു, or V is equal to F by 6 pi eta R. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷന് പുറമെ മറ്റൊരു ഇക്വേഷൻ കൂടി അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷനാണ് ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ കാണുന്നത്. അതായത് ടെർമിനൽ വെലോസിറ്റി ഈക്വൽ ടു 2 into r square g into rho minus sigma divide by 9 eta. ഇതാണ് ആ ഇക്വേഷൻ. ആക്ച്വലി ഈ ഇക്വേഷൻ കഴിഞ്ഞ സിലബസ് പ്രകാരം ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരിക്കണം ഇതെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ തിയറി ഭാഗത്ത് കണ്ടതല്ല. തിയറി ഭാഗത്ത് നമ്മൾ ജസ്റ്റ് കണ്ടത് വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്, സ്റ്റോക്സ് ലോ. F is equal to 6 pi eta RV. ആ ഇക്വേഷനിൽ ഡെൻസിറ്റി ഒന്നും വരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കൺസെപ്ച്വൽ ലേണിംഗ് 4.11-ൽ നമുക്ക് ഡെൻസിറ്റി അറിയണം. അതായത് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഡെൻസിറ്റിയും നമ്മൾ ഇടുന്ന ഏത് ഫ്ലൂയിഡിലാണോ ആ വസ്തുക്കൾ ഇടുന്നത്, എസറ്റോൺ ആണോ ഇഥൈൽ ആൽക്കഹോൾ ആണോ മീഥൈൽ ആൽക്കഹോൾ ആണോ, അതിനനുസരിച്ച് അതിൻ്റെ ഡെൻസിറ്റികളും കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റിയും കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയും വരുന്ന ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ ഇക്വേഷൻ ഇതാണ്. 2r square g rho minus sigma divide by 9 eta. അതിൽ r എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ആ സ്ഫെറിക്കൽ ഒബ്ജക്റ്റിൻ്റെ റേഡിയസ്, g എന്ന് പറയുന്നത് 9.8,
റോ എന്ന് പറയുന്നത് ഇടുന്ന അതായത് ഇപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ ഡെൻസിറ്റി, റോ സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫ്ലൂയിഡിലാണോ ഇടുന്നത് ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി. എസറ്റോൺ ആണെങ്കിൽ എസറ്റോണിൻ്റെ ഡെൻസിറ്റി, ഈഥൈൽ ആൽക്കഹോൾ ആണെങ്കിൽ ഈഥൈൽ ആൽക്കഹോളിൻ്റെ ഡെൻസിറ്റി, അങ്ങനെ. ഈറ്റ എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അതാണ് ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ കേസിലും, അതായത് ഈ എസറ്റോൺ, ഈഥൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ, ബെൻസീൻ, ഗ്ലിസറോൾ, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ടർപ്പൻറ്റൈൻ, കെറുസിൻ, ടൊളുവിൻ, ഹെവി വാട്ടർ, ഇത്രയും കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയും ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഈ കാണിച്ച, അതായത് ഈ ഇക്വേഷനിൽ നമുക്ക് ഡെൻസിറ്റിക്ക് റോ സിഗ്മയ്ക്ക് ഈ ഒരു വാല്യൂവും റോയ്ക്ക് സ്റ്റീലിൻ്റെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ ഇതാണ്. ഓക്കെ, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നതാണ്. ഇക്വേഷൻ അല്ല, നമുക്ക് അതിന് വേണ്ട ആ ഒരു റിസൾട്ട്, അതായത് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ടെർമിനൽ വെലോസിറ്റി മാക്സിമം ആവുന്നത് ഏത് ലിക്വിഡിനാണ്, മിനിമം ആവുന്നത് ഏത് ലിക്വിഡിനാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഈ ലിക്വിഡുകളുടെ ഈറ്റ വാല്യൂവും സിഗ്മ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലാം തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, 1 mm ആണ് റേഡിയസ്. അപ്പോൾ ആ mm കൺവേർട്ട് ചെയ്ത് മീറ്ററിലാക്കിയാൽ മതി. ജിയുടെ വാല്യൂ 9.8 എന്നറിയാം. റോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സ്റ്റീലിൻ്റെ ഡെൻസിറ്റി 7.8 × 10⁻³ സിഗ്മ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഈറ്റ 9 ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത് ഈ 330 എസറ്റോൺ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഈ ഇക്വേഷനിൽ ഈ 2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടെർമിനൽ വെലോസിറ്റികൾ കണ്ടുപിടിക്കുക. അത് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ വരുന്ന ലിക്വിഡ്സ് ഏതാണെന്ന് നോക്കി നിങ്ങൾ എഴുതുക. അത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആക്ച്വലി ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ്റെ തിയറി പഠിക്കാനില്ല, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിച്ചു. നെക്സ്റ്റ് കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസും ഉണ്ട്, പിന്നെ ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ.